വിവിധ തരത്തിലുള്ളതായ തീയെക്കുറിച്ച് നാം കാണുന്നു. കുക്കിംഗ് ഫയർ. കുക്കിംഗ് ഫയർ എന്ന് പറഞ്ഞാൽ സാധാരണ തീ. അതില്ലെങ്കിൽ നിങ്ങൾ ആരും ഫുഡ് കഴിക്കത്തില്ല. ബ്ലസ്സിംഗ് ഫയർ, അനുഗ്രഹത്തിന്റെ അഗ്നി. ജഡ്ജ്മെന്റൽ ഫയർ, ന്യായവിധിയുടെ അഗ്നി. ടെസ്റ്റിംഗ് ഫയർ, പരിശോധനയുടെ അഗ്നി. ഇതെല്ലാം ഞാൻ ബൈബിളിൽ കാണുന്നു. യേശു കർത്താവ് ഗനസരേത്ത് തടാകത്തിന്റെ കരയിൽ തീ കൂട്ടിയിട്ട് അപ്പമുണ്ടാക്കി ശിഷ്യന്മാർക്ക് കൊടുത്തത് കാണുന്നു. അത് കുക്കിംഗ് ഫയർ ആണ്. അതേ കർത്താവ് തൻ്റെ ആത്മാവിനെ തീയായി ശിഷ്യന്മാരുടെ മേളിൽ അയച്ചു. അത് ബ്ലസ്സിംഗ് ഫയർ ആണ്. അതേ യേശു കർത്താവ് ഇനി അടുത്തൊരു സാധനമായിട്ട് വരുന്നു. അത് ജഡ്ജ്മെന്റൽ ഫയർ ആണ്. അതേ കർത്താവ് നിങ്ങളിൽ ചിലരെ ടെസ്റ്റിംഗ് ഫയറിലൂടെ വിടുന്നു. അത് പരിശോധനയുടെ തീയാണ്. വേദപുസ്തകത്തിൽ വിവിധ നിലകളിൽ ദൈവം വെളിപ്പെടുത്തിയ അഗ്നിയെ കുറിച്ച് കാണുന്നു. പറഞ്ഞു ഫയർ. എബ്രായർക്കെഴുതിയ ലേഖനം 12:29 വിശുദ്ധ ബൈബിൾ പറയുന്ന ഒരു സത്യമുണ്ട്. ഫോർ അവർ ഗാഡ് ഈസ് എ കൺസ്യൂമിംഗ് ഫയർ. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. വായുകൾ തുറന്ന് പറഞ്ഞേ, ഫോർ അവർ ഗാഡ് ഈസ് എ കൺസ്യൂമിംഗ് ഫയർ. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. ശബ്ദമുയർത്തി ഹല്ലേലൂയ. ആമേൻ, ആമേൻ. യിരെമ്യാവിന്റെ പ്രവചന പുസ്തകം 23-ാം അധ്യായം 29-ാമത്തെ വാക്യത്തിൽ വിശുദ്ധ ബൈബിൾ പറയുന്നു. ജെറമയ ചാപ്റ്റർ 23:29, എന്റെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയും അല്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. എന്റെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന. വാ തുറന്ന് പറഞ്ഞ്, ദൈവത്തിന്റെ വചനം തീയാണ്. ദൈവത്തിന്റെ വചനം തീയാണ്. ദൈവത്തിന്റെ വചനം തീയാണ്. ദൈവത്തിന്റെ വചനം തീയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. അതേ യിരെമ്യാവിന്റെ പുസ്തകം 5:14 വരുമ്പോൾ, ജെറമയ ചാപ്റ്റർ 5:14 വരുമ്പോൾ വേദപുസ്തകം പറയുന്നു, ഇതാ നിന്റെ വായിൽ എൻ്റെ വചനങ്ങളെ തീയും ഈ ജനത്തെ ഞാൻ വിറകുമാക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ വായിൽ എൻ്റെ വചനങ്ങളെ തീയും ഈ ജനത്തെ ഞാൻ വിറകുമാക്കും. ഉണങ്ങിയ വിറകും തീയും കൂടെ വെളിപ്പെട്ടാൽ എന്ത് സംഭവിക്കും? വചനം തീയായും ജനം വിറകായും ഇരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? കത്തും. വാ തുറന്ന് പറഞ്ഞേ, കത്തും, കത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം തീയായും എന്റെ ജനം വിറകുമായും തീരുന്ന ഒരു സീസൺ ദൈവം ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു ചർച്ചിനകത്ത് കയറി വരാൻ നിനക്ക് ഭാഗ്യം ലഭിച്ചെങ്കിൽ നിന്നെ ഇതിനകത്ത് കൊണ്ടുവന്നത് കത്തിക്കാനാണ്. അത് വിശ്വസിക്കുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ അവർ ആത്മാവിൽ ദൈവത്തെ ആരാധിക്കും. ആ അഭിഷേകത്തിന്റെ തീ, ആ ആത്മാവിന്റെ തീ കത്തട്ടെ, വ്യക്തികളിൽ കത്തട്ടെ, ജനം വിറകായി തീരട്ടെ, വചന തീയായി ചലിക്കട്ടെ. എല്ലാ പൈശാചികമായ പദ്ധതികളും ആ തീക്കകത്ത് ചാമ്പലാകട്ടെ. എല്ലാ പൈശാചിക പദ്ധതികളും യേശുവിൻ നാമത്തിൽ അതിൽ ചാമ്പലാകട്ടെ. വായ്കൾ തുറന്ന് നിങ്ങൾ പറയണം, പ്രിയപ്പെട്ടവരെ, കർത്താവേ, എന്നെ ഒരു വിറകും നിന്റെ വചനത്തെ ഒരു തീയുമായി എന്റെ മേൽ ഇടണമേ. പൈശാചിക മണ്ഡലം ഭയപ്പെടുന്നത്, പ്രിയപ്പെട്ടവരെ, ഈ അഗ്നിയാണ്. സാത്താന്യ മേഖലകൾ ഭയപ്പെടുന്നത് ഈ തീയാണ്.
വീട്ടമ്മമാർക്ക് പറയാൻ കഴിയുമോ, തണുത്ത പാലിനകത്ത് ഈച്ച വന്ന് പറ്റും, എന്നാൽ തിളയ്ക്കുന്ന പാലിന്റെ അടുത്ത് വരാൻ ഈച്ച പേടിക്കും. തണുത്ത ആഹാരത്തിനകത്ത് പ്രാണികൾ വന്ന് പറ്റും, പക്ഷെ നല്ല ചൂട് ചോറിനകത്ത് ഈച്ച വരികയില്ല. അവിടെയും ഇവിടെ പറന്നു നടക്കുന്ന ഒന്നിനും വന്ന് നിന്നെ തൊടാൻ കഴിയാത്ത നിലകളിൽ നീ കത്തുന്ന ഒരു കത്താകട്ടെ. ഈ അഗ്നിയെ പിശാച് പേടിക്കുന്നു. ഈ അഗ്നി വെളിപ്പെടാതിരിക്കാൻ പിശാചിന് ചെയ്യാൻ പറ്റുന്നതെല്ലാം അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ അഗ്നി വെളിപ്പെടേണ്ട ഇടങ്ങളിൽ ഈ അഗ്നി വെളിപ്പെടാതിരിക്കാൻ അതിനകത്തിരിക്കുന്നവനെ കയ്യിലെടുക്കുന്നു. എന്നാൽ ആ കാലഘട്ടങ്ങളെല്ലാം കഴിയുകയാണ്. ജനം വിറകായും ദൈവവചനം തീയായും ആളിക്കത്തുന്ന ഒരു ആത്മതലം ഭാരതത്തിന്റെ മേളിൽ ദൈവം തുറക്കുകയാണ്. അപ്പോസ്തല പ്രവർത്തികൾ 2-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നു, പെന്തിക്കോസ് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തുനിന്നൊരു മുഴക്കമുണ്ടായി. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. വാസ്തവമായും അവരുടെ ശിരസിന്റെ മേൽ പ്രത്യക്ഷമായ ആ അഗ്നിയാണ് വാക്കിന് പോലും വിലയില്ലാത്ത പത്രോസിന്റെ നിഴലിനകത്ത് പോലും ശക്തി വ്യാപരിപ്പിച്ചത്. ആ അഗ്നിയാണ് ദേശങ്ങളെ കീഴ്മേൽ മറിക്കുവാൻ അവരെ ഉപയോഗിച്ചത്. ആമീൻ. പ്ലാനറ്റ് ഷേക്കേഴ്സ് എന്നവരെ സമൂഹം വിളിച്ചത് പട്ടണങ്ങളെ ദേശങ്ങളെ ഇളക്കി മറിക്കുന്നവർ എന്നവരെ വിളിച്ചത്. നീ ഒരു വിറകായും വചനം നിന്റെ മേളിൽ തീയായും കത്തുമ്പോൾ വേദപുസ്തകത്തിൽ ന്യായവിധിയുടെ തീ ഉണ്ടോ? ഉണ്ട്. ന്യായവിധിയുടെ തീ ഉണ്ടോ? ഉണ്ട്. This is a balanced teaching. യേശു കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങേണ്ടതിലല്ല, ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങിയതിലുമല്ല, സ്വർഗത്തിൽ നിങ്ങളുടെ പേര് എഴുതിയിരിക്കുന്നതിലത്രേ നിങ്ങൾ സന്തോഷിക്കേണ്ടത്. അതിന്റെ അർത്ഥം ഭൂതങ്ങൾ കീഴടങ്ങണ്ടെന്നല്ല. അതിന്റെ അർത്ഥം രോഗി സൗഖ്യമാകണ്ടെന്നുമല്ല. യേശുവിന്റെ ശുശ്രൂഷയിൽ ഞാൻ കാണുന്നത് മുഴുവൻ യേശു ചെയ്ത അത്ഭുതങ്ങളാണ്. ഈ വേദപുസ്തകത്തിൽ കർത്താവിന്റെ ശുശ്രൂഷയിൽ, പുതിയ നിയമത്തിൽ ഞാൻ യേശു കർത്താവിന്റെ മിനിസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ കണ്ടത് പ്രസംഗങ്ങളല്ല. പ്രസംഗങ്ങൾ ഒരു പരിധി വരെ ഉണ്ടായിരുന്നുള്ളൂ. അതിനപ്പുറമായി അവനിലൂടെ വെളിപ്പെട്ട അത്ഭുതങ്ങളാണ് ഞാൻ കണ്ടത്. നീ ചുമക്കുന്ന ഈ പുസ്തകം, ഇത് അത്ഭുതത്തിന്റെ പുസ്തകമാണോ? മോശയുടെ കാലത്ത് നീ വായിക്കുന്നത് അത്ഭുതങ്ങളെ കുറിച്ചാണോ? ഏലിയാവിന്റെയും എലീശായുടെയും ഗിദയോന്റെയും കാലഘട്ടത്തിൽ വായിച്ചത് ദൈവം ചെയ്ത അത്ഭുതങ്ങളെ കുറിച്ചാണോ? പുതിയ നിയമത്തിൽ ഞാനും നിങ്ങളും കണ്ടത് ദൈവപുത്രൻ ഈ ഭൂമിയിൽ വന്ന് അന്ധന്റെ കണ്ണ് തുറക്കുകയും ചെകിടന്റെ ചെവി കേൾപ്പിക്കുകയും ഊമരെ സംസാരിപ്പിക്കുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും കുഷ്ഠരോഗികളെ ശുദ്ധമാക്കുകയും കൂനരെ നിവർത്തുകയും കടലിന്റെ മുകളിൽ നടക്കുകയൊക്കെ ചെയ്ത അത്യത്ഭുതകരമായ അത്ഭുതങ്ങളാണോ? അങ്ങനെങ്കിൽ ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്ന സംവിധാനത്തിനകത്ത് നിലകൊള്ളുന്നത് ദൈവത്തിന്റെ അത്യത്ഭുതകരമേറിയ പ്രവൃത്തികളാണ്. ഐ എം എ ക്രിസ്ത്യൻ എന്ന് നിനക്ക് പറയാൻ കഴിയണമെങ്കിൽ നീ 100% ദൈവത്തിന്റെ അത്ഭുതങ്ങളിലും ദൈവത്തിന്റെ പ്രവൃത്തികളിലും ദൈവത്തിന്റെ കൃപാവരങ്ങളിലും നിനക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞേ പറ്റത്തുള്ളൂ. We are serving a miracle working God. അതുകൊണ്ടാണ് ജനിക്കുന്നതിന് മുൻപേ യേശുവിനെ കുറിച്ചുള്ള
പ്രവചനം യെശയ്യാവെന്ന പ്രവാചകനിലൂടെ പരിശുദ്ധാത്മാവ് റിലീസ് ചെയ്യുമ്പോൾ പ്രൊഫറ്റ് വാഗൊണ്ട് പറയുന്നത് അവൻ അത്ഭുത മന്ത്രി. ദൈവം അത്ഭുത മന്ത്രി, യേശു അത്ഭുത മന്ത്രി. ഇവിടെ ഫിഷറീസ് മന്ത്രിയുണ്ട്, ഇവിടെ ആരോഗ്യമന്ത്രിയുണ്ട്, ഇവിടെ ഫൈനാൻസ് മിനിസ്റ്റർ ഉണ്ട്, സാമ്പത്തിക മന്ത്രിയുണ്ട്, ഇവിടെ ആഭ്യന്തരകാര്യ മന്ത്രിയുണ്ട്, ഇവിടെ പല പല മന്ത്രിയുണ്ട്. പക്ഷേ ആമീൻ, എനിക്കും നിങ്ങൾക്കും ഇതെല്ലാത്തിനൂടെ വേണ്ടി ഒരു മന്ത്രിയുണ്ട്. അവന്റെ പേര് അത്ഭുത മന്ത്രി, വീരനായ ദൈവം, നിത്യപിതാവ്, സമാധാനത്തിന്റെ പ്രഭു. Wow. Miracles is happening this place. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ Miracles. Glory. എന്റെ ദൈവം അത്ഭുത മന്ത്രി. Amen. ഈ അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ പെന്തിക്കോസ് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തു നിന്നൊരു മുഴക്കമുണ്ടായി. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തന്റെ മേൽ പതിഞ്ഞു. അവരിൽ ഓരോരുത്തന്റെ മേളിലും അത് പതിഞ്ഞു. ആമേൻ. അടുത്ത വാക്യം, അവർ എല്ലാവരും ലിസൺ പറഞ്ഞ എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ദൈവത്തിന്റെ ഹൃദയത്തിലെ ആഗ്രഹമാണ് ഈ വായിച്ച വാക്യം. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. റിസീവ് ദ ഹോളി ഗോസ്റ്റ്. ദൈവമക്കളെ, നമ്മൾ അങ്ങനെ ആകുവാൻ, അങ്ങനെ ആയിരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങൾ അങ്ങനെ ഒരു സംവിധാനത്തിലല്ല ഇതുവരെ ആയിരുന്നതെങ്കിൽ നിങ്ങളെ ദൈവം ഈ ഒരു സ്പിരിച്വൽ കവറിങ്ങിൽ, ഈ ഒരു ചർച്ചിൽ, ഈ ഒരു കൂട്ടായ്മയിൽ ദൈവം നിങ്ങളെ കൊണ്ടുവന്നത് നിങ്ങൾ കൂടുതലായി പരിശുദ്ധാത്മാവിൽ നിറയുവാൻ വേണ്ടിയാണ്. നിങ്ങൾ അത് സ്വീകരിക്കുവാൻ വേണ്ടിയാണ്. നിങ്ങൾ അതിലേക്ക് കൂടുതലായി കയറി വരുവാൻ വേണ്ടിയാണ്. കാരണം ഇത് സത്യദൈവത്തെ വെളിപ്പെടുത്തുന്ന അഗ്നിയാണ്. സത്യദൈവത്തെ വെളിപ്പെടുത്തുന്ന അഗ്നി. ഒന്ന് പറഞ്ഞ്, സത്യദൈവത്തെ വെളിപ്പെടുന്ന അഗ്നി. ഹല്ലേലൂയ. Read 1 Kings chapter 18. 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം 37-38 വാക്യങ്ങൾ. യഹോവേ, എനിക്ക് ഉത്തരമരുളണമേ. നീ ദൈവം തന്നെ യഹോവേ, നീ തങ്ങളുടെ ഹൃദയം വീണ്ടും തിരിച്ച് എന്ന് ഈ ജനം അറിയേണ്ടതിന് എനിക്ക് ഉത്തരമരുളണമേ എന്ന് പറഞ്ഞു. ഉടനെ യഹോവയുടെ തീ ഇറങ്ങി ഹോമയാഗവും വിറകും മണ്ണും ദഹിപ്പിച്ച് പിശാചിന്റെ തീയല്ല ഇവിടെ ഇറങ്ങിയത്, യഹോവയുടെ തീയാണ്. യഹോവയുടെ തീ ഇറങ്ങി. ഹല്ലേലൂയ. യഹോവയുടെ തീ ഇറങ്ങി. പിശാചിന് തീ ഇറക്കാൻ പറ്റുമോ? ഇറക്കാൻ പറ്റുമായിരിക്കും. ഇറക്കാൻ പറ്റുകയില്ലെങ്കിൽ ഒരിക്കലും ഈ ബാലിന്റെയും അശേരയുടെയും ടീമുകൾ ഇങ്ങനെ കിടന്ന് ബഹളം ഉണ്ടാക്കത്തില്ല. അവനും എന്തെങ്കിലുമൊക്കെ പരിപാടികൾ കാണിക്കാൻ പറ്റും. പക്ഷേ യഹോവയുടെ തീ ഇറങ്ങിയാൽ അവിടെ മഹത്വം എടുക്കുന്നത് അവന്റെ നാമമായിരിക്കും. യഹോവയുടെ തീ ഇറങ്ങിയാൽ അവിടെ വെളിപ്പെടുന്നത് സത്യദൈവമായിരിക്കും. അവിടെ സംഭവിക്കുന്നത് ജീവിത രൂപാന്തരമായിരിക്കും. ഇന്ന് ഈ ആരാധന മധ്യയിൽ പരിശുദ്ധാത്മാവിന്റെ അഗ്നി ചലിച്ചാൽ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് വലിയ രൂപാന്തരങ്ങളും വിടുതലുകളുമായിരിക്കും. പിശാച് ഒരിക്കലും നിനക്ക് നന്മ ചെയ്യത്തില്ല. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞ, സാത്താൻ ഒരിക്കലും നിനക്ക് ഒരു നന്മയും ചെയ്യത്തില്ല. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, അറക്കുവാനും മുടിക്കുവാനും മോഷ്ടിക്കുവാനും അല്ലാതെ കള്ളൻ വരുന്നില്ല, പിശാച് വരുന്നില്ല. ഞാൻ വന്നതോ നിനക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധിയായിട്ടുണ്ടാകാനുമാണ്.
വാ തുറന്ന് പറഞ്ഞേ, പ്രോസ്പെരിറ്റിയുടെ പിറകിൽ ദൈവമുണ്ട്. സമൃദ്ധിയുടെ പിറകിൽ ദൈവമുണ്ട്. തകർച്ചയുടെ പിറകിൽ പിശാചുണ്ട്. യേശുവിന്റെ നാമത്തിൽ സകല തകർച്ചകളെയും കൊണ്ടുവരുന്ന പൈശാചിക ശക്തികളെ, മരണത്തെ കൊണ്ടുവരുന്ന ഇരുളിന്റെ ശക്തികളെ യേശുവിന്റെ നാമത്തിൽ ശാസിച്ച് അതിന്റെ മേളിൽ ഒരു വലിയ ജയത്തെ പരിശുദ്ധാത്മാവ് ഇപ്പോൾ അയക്കട്ടെ. ഇവിടെ ബാലിന്റെ 450 പ്രവാചകന്മാരുണ്ട്. ബാലിന്റെ 450 പ്രവാചകന്മാർ. ഇസബേലിന്റെ മേശയിൽ നിന്ന് ഭക്ഷിച്ചു വരുന്ന 400 അശേര പ്രവാചകന്മാർ. അത് തന്നെ ഉണ്ട് 850 പേര്. പിന്നെ ആഹാബും ഇസബേലും, ഇങ്ങനെ ടോട്ടലി 852 പേരുണ്ട്. കർമേൽ മൗണ്ടനിൽ, മൗണ്ട് കർമേലിൽ 853 പേരുണ്ട്. അതിൽ ഒരാൾ ഏലിയാവാണ്. 450 എണ്ണം ബാലിന്റെ പ്രവാചകന്മാർ, 400 പേർ അശേര പ്രവാചകന്മാർ, പിന്നെ ആഹാബും ഇസബേലും, അവര് 852 പേര്. ഏലിയ ഒറ്റ ഒരുത്തൻ മാറിയിരുന്ന് പ്രാർത്ഥിക്കുന്നു. മൊത്തത്തിൽ 853 പേർ. ഒരു സൈഡിൽ 852 പേര് നിന്ന് ഭയങ്കരമായിട്ട് വായു വന്നതെല്ലാം വിളിച്ചു പറയുന്നു, വെല്ലുവിളിക്കുന്നു. അവരവിടെ നിന്നുകൊണ്ട് ഫോൾസ് പ്രൊഫസികൾ പറയുന്നു, അവരവിടെ നിന്നുകൊണ്ട് നെഗറ്റീവ് വേർഡുകൾ പറയുന്നു, അവരവിടെ നിന്നുകൊണ്ട് ശപിക്കുന്നു, അവരവിടെ നിന്നുകൊണ്ട് കളിയാക്കുന്നു. പക്ഷെ ഏലിയാവ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് നിന്ന് ഇതിനെ നേരിടുന്നു, ഇതിനെ കാണുന്നു. അവിടെ ഏലിയാവ് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, യഹോവേ എനിക്ക് ഉത്തരം അരുളണം. നീ ദൈവം തന്നെ യഹോവേ, നീ തങ്ങളുടെ ഹൃദയം വീണ്ടും തിരിച്ചെന്ന് ജനം അറിയേണ്ടതിന് എനിക്ക് ഉത്തരം അരുളണം. ആ പ്രാർത്ഥനയുടെ മറുപടിയായി 38-ാം വാക്യത്തിൽ ഉടനെ യഹോവയുടെ തീ ഇറങ്ങി. അപ്പൊ അവിടെ മറുപടി ദൈവം അയച്ചത് തീ കൊണ്ടാണ് ഉത്തരം അരുളിയത്. ആ തീ കൊണ്ട് ദൈവം ഉത്തരം അരുളിയപ്പോൾ അടുത്ത വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, ആ ഹോമയാഗം അല്ലെങ്കിൽ ആ യാഗപീഠത്തിൽ കിടന്ന യാഗമൃഗം എല്ലാം മണ്ണും വിറകും എല്ലാം കത്തി തോട്ടിലെ വെള്ളം വരെ ആ തീ വറ്റിച്ചു കളഞ്ഞു. ഹോമയാഗവും വിറകും മണ്ണും ദഹിപ്പിച്ചു. 39-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇതെല്ലാം കണ്ടിട്ട് ജനം കവന്നു വീണു. യഹോവ തന്നെ ദൈവം, യഹോവ തന്നെ ദൈവം എന്ന് പറഞ്ഞു. ഞാൻ ഇന്ന് ഒരു പ്രൊഫറ്റിക്കൽ വേർഡ് നിന്റെ വീട്ടിലോട്ട് റിലീസ് ചെയ്യാണ്. നിന്റെ ഭവനത്തിലും നിന്റെ കുടുംബത്തിലും ഈ ദൈവത്തിലേക്ക് തിരിയാതെ നിൽക്കുന്ന ചിലതിനെ ഈ തീ തൊടുന്ന ഒരു സീസൺ വരികയാണ്. യേശുവിന്റെ നാമത്തിൽ, ഇൻ ദ നെയിം ഓഫ് ജീസസ്, നിന്റെ ഭവനത്തെ, നിന്റെ വീട്ടിനകത്ത് സ്വസ്ഥത തരത്തക്ക നിലകളിൽ യേശുവിന്റെ നാമത്തിൽ എല്ലാ ആർഗ്യുമെന്റേഷനുകളും, എല്ലാ വഴക്കുകളും, എല്ലാ തർക്കങ്ങളും യേശുവിന്റെ നാമത്തിൽ അവസാനിക്കത്തക്ക നിലകളിൽ നിന്റെ വീട്ടിനകത്ത് തീ കൊണ്ട് ദൈവം ഉത്തരമരുളും. വീടിനകത്ത് തീ കൊണ്ട് ഉത്തരമരുളുന്ന ദൈവം, വീടിനകത്ത് തീ കൊണ്ട് ഉത്തരമരുളുന്ന ദൈവം. ദൈവം അയച്ച യഹോവയുടെ തീ ഹല്ലേലൂയ സത്യ ദൈവം ആരെന്നൊരു രാജ്യത്തെ വെളിപ്പെടുത്തി. ആമേൻ ആമേൻ. The same God, hallelujah, the same fire, amen, will prove it, amen, amen, in our land, amen. മോശ എന്ന് പറയുന്ന ദൈവപുരുഷനെ, മോശ എന്ന് പറയുന്ന ദൈവപുരുഷനെ 30 ലക്ഷത്തിലധികം ജനത്തിന്റെ വിടുതലിന് വേണ്ടി വിളിക്കുകയാണ്. ചിലരെ ദൈവം വിളിച്ചത് 100 പേരുടെ വിടുതലിനാണ്, ചിലരെ ദൈവം വിളിച്ചത് 50 പേരുടെ വിടുതലിനാണ്, ചിലരെ ദൈവം വിളിച്ചത് 5000 പേരുടെ വിടുതലിനാണ്, ചിലരെ ദൈവം വിളിച്ചത് 5 ലക്ഷം പേരുടെ വിടുതലിനാണ്. ഈ വിളിക്കകത്തിരിക്കുകയാണ് ഈ സാധനം. ഹല്ലേലൂയ. ഇതാ ഈ മനുഷ്യനെ ദൈവം വിളിച്ചത്
500ന്റെ 1000ന്റെ കണക്കിലല്ല, ഹല്ലേലൂയ. ലക്ഷങ്ങളുടെ കണക്കിലാണ്. സ്തോത്രം. 40 ലക്ഷത്തോളം അടുപ്പിച്ചു വരുന്ന ഒരു ജനതയുടെ, ഒരു സമൂഹത്തിന്റെ മാസീവായ ഒരു ഡെലിവറൻസിന് വേണ്ടി, ഫ്രീഡത്തിന് വേണ്ടി ദൈവം മോശയെ വിളിക്കുകയാണ്. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, മോശ മിദ്യാനിലെ പുരോഹിതനും തന്റെ അമ്മായപ്പനുമായ യിത്രോവിന്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നു. അവൻ ആടുകളെ മരുഭൂമിക്കപ്പുറത്ത് ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബ് വരെ കൊണ്ടുചെന്നു. അവിടെ യഹോവയുടെ ദൂതൻ ഒരു മുൾപടർപ്പിന്റെ നടുവിൽ നിന്ന് അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷമായി. അവൻ നോക്കിയാറെ മുൾപടർപ്പ് തീ പിടിച്ച് കത്തുന്നതും മുൾപടർപ്പ് വെന്ത് പോകാതിരിക്കുന്നതും കണ്ടു. മുൾപടർപ്പ് വെന്ത് പോകാതിരിക്കുന്ന ഈ വലിയ കാഴ്ച എന്തെന്ന് ഞാൻ ചെന്ന് നോക്കട്ടെ എന്ന് മോശ പറഞ്ഞു. നോക്കേണ്ടതിന് അവൻ വരുന്നത് യഹോവ കണ്ടപ്പോൾ ദൈവം മുൾപടർപ്പിന്റെ നടുവിൽ നിന്ന് അവനെ മോശേ മോശേ എന്ന് വിളിച്ചു. അതിനവൻ ഇതാ ഞാൻ എന്ന് പറഞ്ഞു. ഇത് സത്യദൈവത്തെ വെളിപ്പെടുത്തുന്ന തീയല്ല. ഇവിടെ കാണുന്ന തീയ് അപ്പോയിന്റ്മെന്റ് ലെറ്റർ കൊടുക്കുന്ന തീയാണ്. ഇന്ന് ഞാൻ ഭയങ്കരമായിട്ട് എന്റെ ആത്മാവിൽ പറയുന്നു, കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം ചിലതിനെ ഇതിനകത്ത് അപ്പോയിന്റ് ചെയ്യുന്ന ഒരാത്മതലം ഇതിനകത്ത് ദൈവം തുറക്കും. അപ്പോയിന്റ് ചെയ്യുന്ന തീയാണ്. ഇതൊരു ചെറിയ കാര്യമല്ല. ലക്ഷങ്ങളുടെ വിടുതലിന് വേണ്ടി ദൈവം അപ്പോയിന്റ് ചെയ്യുകയാണ്. ദൈവം നിന്റെ മേളിൽ ഇട്ടിരിക്കുന്ന വിളി ലക്ഷക്കണക്കിന് ജനങ്ങളെ കർത്താവിലേക്ക് തിരിക്കാനുള്ള ഒരു വിളിയാണ്. ആ വിളി നിന്റെ മേളിൽ വന്നത് മഞ്ഞുമലയിൽ നിന്നല്ല നിന്നെ വിളിച്ചത്, ഹെർമോൻ പർവ്വതനിരയിൽ നിന്നല്ല നിന്നെ വിളിച്ചത്, ആമീൻ, ഐസ് കട്ടയുടെ മേളിൽ നിന്നല്ല നിന്നെ വിളിച്ചത്. നിന്നെ ദൈവം തീക്കകത്ത് എഴുന്നേൽപ്പിക്കുകയാണ്. അപ്പോയിന്റ് ചെയ്യപ്പെടട്ടെ. മോശ എന്ന് പറയുന്ന ദൈവപുരുഷന്റെ അധികാരത്തിന്റെ, ആത്മനിയോഗത്തിന്റെ തലങ്ങളിൽ നിൽക്കാൻ ഒരു മനുഷ്യർക്കും ചരിത്രത്തിൽ സാധിച്ചിട്ടില്ല. ലോകം കണ്ടതിൽ യേശുക്രിസ്തു കഴിഞ്ഞാൽ ഏറ്റവും ശക്തനായ ഒരു ലീഡർ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് മോശയാണെന്ന് വാക്കും ഭാഷണവും കൂടാതെ പറയാൻ കഴിയും. ഒരു സാമ്രാജ്യത്തെ, ഒരു രാജ്യത്തെ ഒറ്റയ്ക്ക് നിന്ന് വിറപ്പിച്ച മനുഷ്യൻ, ഫറവോൻ എന്ന് പറയുന്ന ദുഷ്ടനായ ഭരണാധികാരിയുടെ ഉറക്കം കെടുത്തിയവൻ, ആർത്തലച്ച ചെങ്കടലിനെ കരം നീട്ടി പ്രാർത്ഥിച്ച് രണ്ടായി വിഭാഗിച്ചവൻ, പാറമേൽ അടിച്ച് തീക്കൽ പാറയിൽ നിന്ന് വെള്ളം ചാടി പുറപ്പെടുവിച്ചവൻ, ആത്മശക്തിയുടെ അധികാരത്തിന്റെ പരമോന്നത പദവിയിൽ നിന്നുകൊണ്ട് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെട്ട മനുഷ്യൻ, ഹോരേബിന്റെ പർവ്വതമുകളിൽ അഗ്നിയുടെ നടുവിൽ ഇടപെടുന്ന ദൈവത്തിന്റെ നേർക്കാഴ്ചയുടെ നടുവിൽ വെളിപ്പെട്ട ഒരു അപ്പോയിന്റ്മെന്റ് ആണത്. ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് നിങ്ങളോട് പറയുന്നു, ബൈബിൾ കോളേജുകൾ അപ്പോയിന്റ് ചെയ്തവർ ആ നിലകളിൽ കയറി വരത്തില്ല. വ്യക്തികൾ അപ്പോയിന്റ് ചെയ്തവർ ആ നിലകളിൽ കയറി വരത്തില്ല. സംഘടനകൾ അപ്പോയിന്റ് ചെയ്തവർ ആ നിലകളിൽ കയറി വരത്തില്ല. പക്ഷേ സ്വർഗം അയച്ച തീയുടെ നടുവിൽ ordained by fire. Yes. Yes. Ordained by fire. Appointment by fire. തീക്കകത്തൊരു ഓർഡിനേഷൻ. അങ്ങനെയുള്ളവരുടെ ശ്രദ്ധയ്ക്ക് ഇതിനകത്ത് അങ്ങനെയുള്ളവരുണ്ട്. അവരോട് കർത്താവ് പറയുകയാണ്, തീക്കകത്ത് നിനക്കൊരു ഓർഡിനേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ, ആത്മാവിന്റെ അഗ്നിക്കകത്തുനിന്ന് ദൈവം നിന്നെ പൊക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ, നിന്റെ കരവും നിന്റെ അധരവും നിന്റെ എല്ലാ ചുവടുകളും അത്ഭുതങ്ങളായി തീരുകയാണ്. മിറക്കിൾസ്. Appointment by fire.
ഇതാ വഴിതെറ്റി പോകുന്ന ഒരു കൂട്ടം ജനത്തിന്, വഴിതെറ്റി നടക്കുന്ന ഒരു സമൂഹത്തിന് ദൈവത്തിന് പ്രമാണം കൊടുക്കണം. ഈ പ്രമാണം ദൈവത്തിന് കൊടുക്കണം. പറഞ്ഞിട്ട് മനസ്സിലാകാത്തവർക്ക് വായിക്കാൻ വേണ്ടി കൽപ്പന കൊടുക്കണം. അവരെ പഠിപ്പിക്കണം. അവരെ ആ വഴിയിൽ നടത്തണം. ദൈവം എന്താ ചെയ്തേ? പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, യഹോവ തീയിൽ സീനായി പർവ്വതത്തിൽ ഇറങ്ങുകയാൽ അത് മുഴുവനും പുക കൊണ്ട് മൂടി. മതി. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. യഹോവ തീയിൽ സീനായി പർവ്വതത്തിൽ ഇറങ്ങുകയാൽ അത് മുഴുവനും പുക കൊണ്ട് മൂടി. അതിന്റെ പുക തീച്ചൂളയിലെ പുക പോലെ പൊങ്ങി പർവ്വതമൊക്കെയും ഏറ്റവും കുലുങ്ങി. ഹല്ലേലൂയ. കാഹളധ്വനി ദീർഘമായി ഉറച്ചു നിന്നപ്പോൾ മോശ സംസാരിച്ചു. ദൈവം ഉച്ചത്തിൽ അവനോട് ഉത്തരമരുളി. യഹോവ സീനായി പർവ്വതത്തിന്റെ കൊടുമുടിയിൽ ഇറങ്ങി. യഹോവ മോശയെ പർവ്വതത്തിന്റെ കൊടുമുടിയിലേക്ക് വിളിച്ചു. മോശ കയറി ചെന്നു. ദൈവം മോശയോട് പറയുന്നു, ജനം നോക്കേണ്ടതിന് യഹോവയുടെ അടുക്കൽ കടന്നു വന്നിട്ട് അവരിൽ പലരും നശിച്ചു പോകാതിരിക്കാൻ നീ ഇറങ്ങിച്ചെന്ന് അവരോട് അമർച്ചയായി കൽപ്പിക്കുക. യഹോവയുടെ അടുക്കുന്ന പുരോഹിതന്മാരും യഹോവ അവർക്ക് ഹാനി വരുത്താതിരിക്കേണ്ടതിന് തങ്ങളെ ശുദ്ധീകരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ വേദപുസ്തകത്തിൽ യഹോവ സീനായി പർവ്വതത്തിൽ തീയുടെ നടുവിൽ ഇറങ്ങി നിന്നു. തീയുടെ നടുവിൽ ഇറങ്ങി നിന്നു. കൽപ്പലകകളിൽ ദൈവം കൽപ്പനകൾ എഴുതിയത് മഷി കൊണ്ടല്ല, തന്റെ വിരല് കൊണ്ടാണ്. ആ തീ പാറുന്ന എങ്ങനെ, ഐ കാണ്ട് എക്സ്പ്ലെയിൻ ദാറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാൻ അവിടെ കാണുന്നത് ഒരു കൂട്ടം ജനത്തിന് പ്രമാണം കൊടുക്കുവാൻ തീയുടെ നടുവിൽ ഇറങ്ങി നിൽക്കുന്ന ദൈവത്തെയാണ്. ഇതേ മോശയെ ദൈവം അപ്പോയിന്റ് ചെയ്തത് ഈ അഗ്നിയുടെ നടുവിലാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം 15-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങൾ. ജഡ്ജസ് ചാപ്റ്റർ 15 വേഴ്സ് 12 onwards. അവർ അവനോട് ഫെലിസ്ത്യരുടെ കയ്യിൽ ഏൽപ്പിക്കേണ്ടതിന് നിന്നെ പിടിച്ചു കെട്ടുവാൻ ഞങ്ങൾ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ശിംശോൻ അവരോട്, നിങ്ങൾ തന്നെ എന്നെ കൊല്ലുകയില്ല എന്ന് എന്നോട് സത്യം ചെയ്യുവീനെന്ന് പറഞ്ഞു. അവർ അവനോട്, ഇല്ല, ഞങ്ങൾ നിന്നെ കൊല്ലുകയില്ല, നിന്നെ പിടിച്ചു കെട്ടി അവരുടെ കയ്യിൽ ഏൽപ്പിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ 2 പുതിയ കയറ് കൊണ്ട് അവനെ കെട്ടി. പറഞ്ഞേ, പുതിയ കയറ് കൊണ്ട് കെട്ടി. പുതിയ കയറ് കൊണ്ട് കെട്ടി. പുതിയ കയറ് കൊണ്ട് ഒരിക്കലും പൊട്ടിക്കാതിരിക്കാൻ, രക്ഷപ്പെടാതിരിക്കാൻ, പിഞ്ചി പോകാതിരിക്കാൻ, അറ്റുപോകാതിരിക്കാൻ ഫ്രഷ് ആയിട്ടുള്ള 2 പുതിയ കയറ് കൊണ്ട് അവനെ കെട്ടി പാറയിൽ നിന്ന് കൊണ്ടുപോയി. 14-ാമത്തെ വാക്യത്തിൽ അവൻ ലേഹിയിലെത്തിയപ്പോൾ ഫെലിസ്ത്യർ അവനെ കണ്ടിട്ട് ആർത്തു. ചതിയായിരുന്നു, അത് ഭയങ്കര ഒരു ചതിയായിരുന്നു. അപ്പോൾ യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്നു. അവന്റെ കയ്യിൽ കെട്ടിയിരുന്ന കയർ തീ കൊണ്ട് കരിഞ്ഞ ചണനൂൽ പോലെയായി. അവന്റെ ബന്ധനങ്ങൾ കൈമേൽ നിന്ന് ദ്രവിച്ചുപോയി. ലിസൺ. അപ്പോൾ യഹോവയുടെ ആത്മാവ് അവന്റെ മേളിൽ വന്നു. യഹോവയുടെ ആത്മാവ് ശിംശോന്റെ മേളിൽ വന്നപ്പോൾ ജനം കണ്ട കാഴ്ച, ഒരു തീ ഇറങ്ങി വന്ന് അവന്റെ കയ്യിൽ കെട്ടിയിരുന്ന കയറിനെ കരിച്ചു മാറ്റുന്ന കാഴ്ചയാണ് കാണുന്നത്. വന്നത് വേറെ ആത്മാവല്ല, വന്നത് യഹോവയുടെ ആത്മാവ് തന്നെയാണ്. വന്നത് യഹോവയുടെ ആത്മാവ് തന്നെയാണ്. അത് ചണനൂൽ പോലെ അവന്റെ കയ്യിൽ നിന്ന് കരിഞ്ഞുപോയി. ബന്ധനങ്ങൾ ദ്രവിച്ചുപോയി. യേശുവിന്റെ നാമത്തിൽ നിന്നോട് അസൂയ പൂണ്ട് നിന്റെ മിനിസ്ട്രിയെ ലോക്ക് ചെയ്തിരിക്കുന്ന, നിന്റെ ഫൈനാൻഷ്യൽ ഏരിയയെ ലോക്ക് ചെയ്തിരിക്കുന്ന, നിന്റെ പ്രൊഫറ്റിക്കൽ ഗ്രേസിനെ ലോക്ക് ചെയ്തിരിക്കുന്ന, നിന്റെ ഹീലിംഗ് മിനിസ്ട്രിയെ ലോക്ക് ചെയ്തിരിക്കുന്ന, നിന്റെ നന്മകളെ ലോക്ക് ചെയ്തിരിക്കുന്ന
നിന്റെ ഫൈനാൻഷ്യൽ ബ്ലെസ്സിങ്ങിനെ ലോക്ക് ചെയ്തിരിക്കുന്ന, നിന്റെ തലമുറകളുടെ ഭാവിയെ ലോക്ക് ചെയ്തിരിക്കുന്ന സകല കയറുകളും യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ഈ നിമിഷം നിന്റെ മേൽ വരുമ്പോൾ അത് കരിഞ്ഞു പോകട്ടെ. പുതിയ യേശുവിന്റെ നാമത്തിൽ അത് കഴിഞ്ഞു പോകും. അൺലോക്ക് ചെയ്യപ്പെടുന്നു, അൺലോക്ക് ചെയ്യപ്പെടുന്നു, അൺലോക്ക് ചെയ്യപ്പെടുന്നു, അൺലോക്ക് ചെയ്യപ്പെടുന്നു. കർത്താവ് എന്നോട് പറയുന്നു അൺലോക്ക് ചെയ്യപ്പെടുന്നു. ശരിക്കും പറഞ്ഞാൽ ശിംശോനെ ലോക്ക് ചെയ്തു. ചതിയായിരുന്നത്. ഫെലിസ്ത്യർ ആർത്ത് വിളിച്ച് അവന്റെ മുമ്പിൽ എത്തിയപ്പോഴാണ് അവന് പിടികിട്ടിയത് സംഭവം കളിയല്ല. ഇവർ ഈ പുതിയ കയറ് കൊണ്ട് എന്നെ പിടിച്ച് കെട്ടിയത് എന്നെ തീർക്കാനുള്ള പരിപാടിയായിരുന്നെന്ന്. പക്ഷെ നിന്നെ എപ്പോൾ തീർക്കണം, നിന്നെ എപ്പോൾ തുടങ്ങണമെന്ന് നിന്റെ മേളിൽ വരുന്ന തീ തീരുമാനിക്കും. ശിംശോന്റെ മേളിൽ ദൈവത്തിന്റെ ആത്മാവ് വന്നു. യഹോവയുടെ ആത്മാവിന്റെ മേൽ വന്നു. And the spirit of the Lord came mightily upon him. ബൈബിൾ വ്യക്തമാക്കുന്നു, that spirit, that fire, burn it. ആ തീ കത്തിച്ചു. ശിംശോനെ അല്ല, കൃത്യമായി അവന്റെ കയ്യിൽ കെട്ടിയിരുന്ന അവന്റെ ബന്ധനത്തെ. ദാവീദിന്റെ മേളിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുമ്പോൾ സിംഹത്തെയും കരടിയെയും ജയിക്കാനുള്ള ഒരു ശക്തിയുമായിട്ടാണ് ഇറങ്ങി വന്നത്. അത് കൃത്യമായിട്ട് അങ്ങ് നടന്നു. ഇപ്പൊ പരിശുദ്ധാത്മാവ് കൃത്യമായി ഫോക്കസ് ചെയ്തിരിക്കുന്നത് ശിംശോനെ കിട്ടിയിരിക്കുന്ന കയറിനെയാണ്. ദൈവത്തിന്റെ ആത്മാവ് ചിലതിനെ ടാർഗറ്റ് ചെയ്യുന്നു. അവന്റെ ബന്ധനങ്ങൾ കയ്യിൽ നിന്ന് ദ്രവിച്ചു പോയി. എന്റെ ചോദ്യം, ശത്രുവിന്റെ പുതിയ കയർ എന്തേ? 15-ാമത്തെ വാക്യത്തിൽ പരിശുദ്ധാത്മാ പറയുകയാണ്, അവനൊരു കഴുതയുടെ പച്ചത്താടിയല് കണ്ടു, കൈ നീട്ടി എടുത്തു. ഞാനേ ഈ ദൈവവചനം പഠിക്കുമ്പോൾ എവിടെ ഒരു പ്രോബ്ലം ശത്രു കൊണ്ടുവരുന്നുണ്ടോ അതിന് തൊട്ടടുത്ത് ഞാൻ സൊല്യൂഷൻ കാണുന്നുണ്ട്. കഴുതയുടെ പച്ച താടിയൽ എന്ന് പറയുമ്പോഴേ അതിൻ്റെ അർത്ഥം എന്നാന്ന് മനസ്സിലായോ? ആ കഴുത ചത്തിട്ട് ഒത്തിരി നാളായിട്ടില്ല, ഫ്രഷാ. ഇവര് പുതിയ കയറ് മേടിക്കാൻ പോയ സമയത്ത്, ഇവര് ഫ്രഷായിട്ട് കയറ് മേടിക്കാൻ പോയ സമയത്ത് ശിംശോനെ കൊണ്ടുവരുന്ന പൊസിഷനിൽ ദൈവം ഒരു കഴുതയെ തീർത്തു. അവര് ഫ്രഷ് കയറ് സെറ്റാക്കുമ്പോൾ ഇവിടെ ഒരു ഫ്രഷ് ബോൺ ദൈവം സെറ്റാക്കുകയാണ് ഈ കയറ് മേടിച്ചവനെ തീർക്കാൻ. ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്ന് പുറപ്പെടുമ്പോൾ, ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുമ്പോൾ അവർ മാറായിലെത്തി. കുടിച്ച വെള്ളം കയ്പായിരുന്നു. വേദപുസ്തകത്തിൽ മോശയോട് ദൈവം പറയുന്നു, ആ മാറ ഇരുന്ന സ്ഥലത്ത്, ആ കയ്പുള്ള വെള്ളം ഉള്ള സ്ഥലത്ത് അവിടെ ഒരു വൃക്ഷം നിൽക്കുന്നുണ്ടായിരുന്നു. ആ വൃക്ഷത്തിന്റെ കൊമ്പ് വെട്ടി നീ വെള്ളത്തിൽ ഇടാൻ മോശയോട് ദൈവം പറയുന്നു. നിങ്ങൾ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആ വൃക്ഷം ക്രിസ്തുവിന്റെ നിഴലാണ്. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. എൻ്റെ മാറായ മധുരമാക്കുന്ന വൃക്ഷം ക്രിസ്തുവാണ്. പക്ഷേ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, മരുഭൂമിയിൽ വൃക്ഷമോ? മരുഭൂമിയിൽ അങ്ങനെ എല്ലായിടത്തും മരങ്ങളുണ്ടോ?
എല്ലാവരും ഒന്ന് ചിന്തിച്ചേ, മരുഭൂമിയിൽ മരമോ? മരുഭൂമിയിൽ അധികം മരങ്ങളില്ല, മരം ഉണ്ടാകാൻ സാധ്യതയില്ല, പ്രത്യേകിച്ച് കൊമ്പൊക്കെ വെട്ടിയിടത്തക്ക രീതിയിൽ. അങ്ങനെയാണെങ്കിൽ ഈ മാറ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ പ്രോബ്ലത്തിന്റെ അരികിൽ മോശയും കൂട്ടരും വരുന്നതിന് മുൻപേ ആ പ്രോബ്ലത്തിനുള്ള ഒരു സൊല്യൂഷൻ അതിനപ്പുറത്ത് ദൈവം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാ ഒരു മനുഷ്യന്റെ വാടകയ്ക്കെടുത്ത കോടാലി വെള്ളത്തിൽ പോയി എലീശയുടെ കാലത്ത്. ഈ മനുഷ്യൻ ചെന്ന് എലീശ പ്രവാചകനോട് പറയുന്നു, യജമാനനെ, ഞാൻ റെന്റിനെടുത്ത കോടാലി വെള്ളത്തിൽ പോയി, ഒരു വഴി എൻ്റെ മുമ്പിലില്ല. എലീശ പ്രവാചകൻ പറയുന്നു, ഏത് ജോർദാനിലാ പോയത്, ഏത് ഭാഗത്താ പോയത്, നീ അവിടെ ചെല്ലുക, അവിടെ ഒരു വൃക്ഷം നിപ്പുണ്ട്, അതിൻ്റെ കമ്പ് വെട്ടി നീ വെള്ളത്തിലെറിയുക. ആ കമ്പ് വെള്ളത്തിൽ വീഴുമ്പോൾ ഇരുമ്പ് കോടാലി പൊങ്ങി വരും. അവന്റെ കോടാലി എവിടെയാണോ പോയത് അതിന്റെ കരയ്ക്ക് അതിന്റെ സൊല്യൂഷൻ ദൈവം സെറ്റ് ചെയ്ത് വെച്ചു. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ഫെലിസ്ത്യന്മാർ ശിംശോനെ കൈകൊണ്ട് കൈ കെട്ടി പിടിച്ചു കെട്ടി കൊന്നുകളയാൻ എവിടെ കൊണ്ട് നിർത്തിയോ കൈ നീട്ടി എടുക്കത്തക്ക ഡിസ്റ്റൻസിൽ സൊല്യൂഷൻ കിടപ്പുണ്ട്. അവനൊരു കഴുതയുടെ പച്ചത്താടിയിൽ കണ്ടു, കൈ നീട്ടിയെടുത്തു, അതുകൊണ്ട് 1000 പേരെ കൊന്നുകളഞ്ഞു. എന്ന് പറഞ്ഞാൽ പ്രതിസന്ധിയിൽ നിൽക്കുന്നവന്റെ കൈദൂരത്ത് വിടുതൽ ദൈവം സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇന്ന് ഞാൻ ആ കാഴ്ച ആത്മാവിൽ കണ്ടുകൊണ്ട് യേശുവിന്റെ നാമത്തിൽ നിന്നോട് അറിയിക്കുന്നു, നിന്റെ ശ്വാസത്തിന് തൊട്ടു മുൻപിൽ നിന്റെ വിഷയത്തിന്റെ മറുപടി വന്ന് നിൽക്കുകയാണ്. കൈ നീട്ടിയെടുക്കുക. എവിടെ ഒരു പ്രതിസന്ധി ഞാൻ കാണുന്നോ അവന് തൊട്ടപ്പുറത്തൊരു സൊല്യൂഷൻ ദൈവം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സൊല്യൂഷൻസ് ഇല്ലാത്ത ഒരു പ്രോബ്ലവും കിങ്ഡം ഓഫ് ഗോഡിൽ ഇല്ല, ദൈവസന്നിധിയിൽ ഇല്ല. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ, നിങ്ങളുടെ എല്ലാ പ്രശ്നത്തിനും ഉത്തരവുണ്ട്. എന്നെ ആ വാക്യം ഭയങ്കരമായിട്ട് ചിന്തിപ്പിച്ചു. എവിടെയെല്ലാം ഈ കഴുതയുടെ താടിയെല്ലാം കിടക്കാമായിരുന്നു, പക്ഷെ ശിംശോനെ നീ നിന്നെടുത്ത് യോമാര് പുതിയ കയറ് മേടിക്കാൻ പോയപ്പം നിന്റെ വിടുതലിനുള്ള സംവിധാനം ദൈവം അവിടെ സെറ്റ് ചെയ്തു. പിന്നെ ആ പദം ഇങ്ങനെ എൻ്റെ അകത്ത് ഇങ്ങനെ ഒരു ഇങ്ങനെ തികട്ടി വരുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യുകയാണ്. ചിലരോട് കർത്താവ് പറയുന്നത്, നീ ഒരുപാട് നാളായി വെയിറ്റ് ചെയ്ത ചിലത് നീ കൈ നീട്ടി എടുക്കാൻ പോവുകയാണ്. കർത്താവ് പറയുന്നു, നിന്റെ കയ്യിൽ അത് കൊണ്ടു തരാൻ പോവുകയാണ്. ഇതേ ശിംശോൻ അപ്പന്റെ അമ്മയുടെയും കൂടെ തനിക്ക് പെണ്ണ് കാണാൻ പോയ സമയത്ത്, അപ്പന്റെ അമ്മയുടെയും കൂടെ ശിംശോൻ പെണ്ണ് കാണാൻ പോവുകയാണ്. പെണ്ണ് കാണാൻ പോകുന്ന സമയത്ത് ഒരു ബാലസിംഹം ശിംശോന് നേരെ പാഞ്ഞു വന്നു. ശിംശോൻ നോക്കിയപ്പോൾ അപ്പന്റെ അമ്മയുടെ നേർക്ക് വരുന്നതാ ശിംശോൻ കാണുന്നേ. അപ്പനും അമ്മയും പോലും അറിഞ്ഞില്ല. ഇരുചെവി അറിയാതെ അപ്പനെ അമ്മയും ടാർഗറ്റ് ചെയ്തു വന്ന ആ സിംഹത്തെ, ശിംശോനെ ടാർഗറ്റ് ചെയ്തു വന്ന സിംഹത്തെ ശിംശോൻ ആത്മാവിന്റെ ശക്തിയാൽ തീർത്തു കളഞ്ഞു. എന്നിട്ട് ഞാൻ ആ വാക്യ ഭാഗത്തിലേക്ക് പോകുന്നില്ല. പെണ്ണൊക്കെ കണ്ട് ശിംശോൻ ചില നാളുകൾ കഴിഞ്ഞ് ഇതുവഴി വീണ്ടും പോകുമ്പം ശിംശോൻ ഒന്ന് പോയി. ശിംശോൻ അറിയാം ശിംശോൻ എവിടെയാ ശിംശോനെതിരെ വന്ന സിംഹത്തെ വലിച്ചു കീറി എറിഞ്ഞെന്ന് പുള്ളിക്ക് അറിയാം. പുള്ളി ആ സാധനമല്ലോ അവിടെ കിടപ്പുണ്ടോന്ന് നോക്കാൻ ചെന്ന് നോക്കിയപ്പോൾ ആ സിംഹത്തിന്റെ അസ്ഥികൂടം ശിംശോൻ അവിടെ കണ്ടു. അസ്ഥികൂടത്തിൽ ഒന്ന് സൂക്ഷിച്ച് നോക്കിയപ്പോൾ തേനീച്ചകളെല്ലാം കൂടെ ആ അസ്ഥികൂടത്തിനകത്ത്
തേനുണ്ടാക്കി തേനീച്ച കൂട് കെട്ടിക്കിടക്കുന്നു. ശിംശോൻ ആ അസ്ഥികൂടത്തിനകത്ത് കൈയിട്ട് ആ തേനീച്ചയുടെ കൂട് പൊട്ടിച്ചിഞ്ഞെടുത്തു. അതിങ്ങനെ പ്രസ് ചെയ്ത് തേനൂറ്റി കുടിച്ചു. നിന്നെ തീർക്കാൻ വന്ന സാധനത്തിനകത്തുനിന്ന് കർത്താവ് ചിലരോട് പറയുന്നു, നിന്റെ കൈപ്പിനെ ദൈവം മധുരമാക്കി. ആ സിംഹത്തിന്റെ വയറ്റിൽ പോകേണ്ട ആളായിരുന്നു ശിംശോൻ. അതേ സിംഹത്തിന്റെ അസ്ഥിക്കകത്തുനിന്ന് ശിംശോൻ തേനെടുത്ത് കുടിക്കുകയാണ്. തേനീച്ചയ്ക്ക് വേറെ എവിടെല്ലാം കൂടുകൂട്ടാം? അങ്ങനെ ചിന്തിക്കണം. തേനീച്ചയ്ക്ക് വേറെ എവിടെല്ലാം കൂടുകൂട്ടാം? ശിംശോൻ വലിച്ച് കീറി എറിഞ്ഞ സിംഹത്തിന്റെ അസ്ഥിക്കകത്ത് തന്നെ കയറി കൂടുകൂട്ടണമെന്ന് നിർബന്ധമുണ്ടോ? ദൈവത്തിനറിയാം, എടാ നിന്നെ തീർക്കാൻ, നിന്റെ കുടുംബമായി നിന്റെ അപ്പനെ അമ്മയും നിന്നെ എല്ലാം തീർത്തു കളയാൻ ശത്രു ഒരുക്കിയ പദ്ധതികളെ ഞാൻ നിനക്ക് മധുരമാക്കുന്ന ഒരു സീസൺ നിന്റെ മുമ്പിൽ വരും. ഇതൊരു പ്രൊഫറ്റിക്കൽ വേർഡാണ്, ഇതൊരു പ്രവചനമാണ്. നിന്റെ കയ്പ് മധുരമാകും. പതിനാറാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്, കഴുതയുടെ താടിയല് കൊണ്ട് കുന്നൊന്ന് കുന്ന് രണ്ട്, കഴുതയുടെ താടിയൽ കൊണ്ട് 1000 പേരെ ഞാൻ സംഹരിച്ചു എന്ന് ശിംശോൻ പറഞ്ഞു. ലിസൺ, 14-15 വാക്യങ്ങൾ വായിക്കുമ്പോഴേ ഫെലിസ്ത്യർ ശിംശോനെ കെട്ടിയ കയറിന്റെ മേളിൽ യഹോവയുടെ ആത്മാവ് വന്നു. കെട്ടിയിരുന്ന കയർ തീ കൊണ്ട് കരിഞ്ഞ് ചണപോൽ പോലെയായി, അവന്റെ ബന്ധനങ്ങൾ കയ്യിൽ നിന്ന് ദ്രവിച്ചു പോയി എന്ന് എഴുതിയിരിക്കുമ്പോൾ എൻ്റെ ചോദ്യം, പരിശുദ്ധാത്മാവിന്റെ അഗ്നിക്ക് നിന്റെ ബന്ധനങ്ങളെ കത്തിച്ചു കളയാൻ കഴിയുമോ? കഴിയുമോ? ഇത് സത്യദൈവത്തെ വെളിപ്പെടുത്തിയ തീയാണ്. ഇത് നിയമനം നൽകിയ തീയാണ്. ഇത് പ്രമാണം കൈമാറിയ തീയാണ്. ഇത് ബന്ധനങ്ങളെ കരിച്ചു കളഞ്ഞ തീയാണ്. ഇത് സംരക്ഷിക്കുന്ന തീയാണ്. സക്കറിയ ചാപ്റ്റർ 2:5, സക്കറിയ 2:5. എന്നാൽ ഞാൻ നിനക്ക് ചുറ്റും തീമതിൽ ആയിരിക്കുക. വാക്യം, എന്നാൽ ഞാൻ അതിന് ചുറ്റും തീമതിലായിരിക്കും, ഞാൻ അതിന്റെ നടുവിൽ മഹത്വമായിരിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ അതിന് ചുറ്റും തീമതിലായിരിക്കും. എങ്ങനെ ഉണ്ടായിരിക്കും തീമതിൽ? ഞാൻ ഒറ്റ വാക്കി പറയാം. മതില് ചുറ്റും, വീടിന് ചുറ്റും നിൽക്കുന്ന മതില് അങ്ങ് മനസ്സിൽ കാണുക. ആദ്യം അത് തീയാണെന്ന് അങ്ങ് ചിന്തിക്കുക. എന്തുവായിരിക്കും അതിന്റെ പ്രത്യേകത? നീ എത്ര വലിയ മൂർഖം പാമ്പാന്നേലും ഇതിനെ ക്രോസ് ചെയ്ത് നിനക്ക് കയറാൻ പറ്റും. ഞാൻ നിനക്ക് ചുറ്റും അങ്ങ് തീയായി നിൽക്കാൻ പോവാ. ദൈവം അങ്ങ് തീരുമാനിച്ചാൽ, അങ്ങനൊരു വാഗ്ദത്തം നിന്റെ മേളിൽ നിന്നാൽ, it's a great protection. പകൽ മേഘസ്തംഭവും രാത്രിയിൽ അഗ്നിത്തൂണുമായി ദൈവം കൂടിരുന്നു. അതിന്റെ അർത്ഥം നിങ്ങൾക്ക് അറിയാലോ അല്ലേ? നിങ്ങളത് എവിടെയെങ്കിലും പ്രസംഗത്തിലോ പഠിച്ചതോ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ഈ രാത്രിയിലും ഇസ്രായേൽ ജനം പോകുമ്പോൾ പകൽ മേഘസ്തംഭമായിരുന്നേ, രാത്രിയിൽ അഗ്നിത്തൂണായിരുന്നു. കാരണം ഈ മരുഭൂമിയിൽ
ദൈവം അവരുടെ മുമ്പിൽ ഇങ്ങനെ തീയായ ഒരു അഗ്നിത്തൂണായി അവരുടെ മുമ്പിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വെളിച്ചം അതിൽ നിന്ന് കിട്ടുന്നുണ്ട്, ചൂട് അതിൽ നിന്ന് പ്രധാനമായും ചൂട് കിട്ടുന്നുണ്ട്, വെളിച്ചം കിട്ടുന്നുണ്ട്. പിന്നെ അതിലെല്ലാം ഉപരിയായിട്ട് ഈ മരുഭൂമിക്കകത്ത്, മരുഭൂമിയിലെ മണലുകൾക്കകത്ത് ഒത്തിരി വിഷമുള്ള പാമ്പുകളുണ്ട്. ഈ മണലിൽ പൊതഞ്ഞു കിടക്കും. ദൈവം ഇവരുടെ മുമ്പിൽ പകൽ മേഘസ്തംഭം, പകല് തീയല്ല, പകല് മേഘമാണ്, അതിനൊരു കൂളിങ്. യു അണ്ടർസ്റ്റാൻഡ് മീ? പകൽ എന്തുണ്ട്? വെയിലുണ്ട്, നല്ല വെയിൽ, കട്ട വെയിലത്ത് നിൽക്കുമ്പോൾ മേളിൽ ഇങ്ങനെ ഒരു മേഘം വന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ, ഒരു നിഴല് വന്ന് നിൽക്കുമ്പോൾ നമുക്കൊരു ആ ചൂട് കുറയത്തില്ലേ? കമോൺ, വെയിലത്ത് ഇറങ്ങിയവര് പറഞ്ഞേ. പകൽ എന്താണ്? മേഘസ്തംഭമാണ് എന്ന് പറഞ്ഞാൽ നല്ല കൂളിംഗ് ആണ്. തന്റെ മക്കളെ വലിയ വെയിൽ കൊള്ളിക്കാതെ കർത്താവ് കൊണ്ടുപോവാണ്. തന്റെ മക്കളെ വെയിൽ കൊള്ളിക്കാതെ ദൈവം കൊണ്ടുപോവുകയാണ്. രാത്രിയിൽ അഗ്നിത്തൂണാണ്. രാത്രിയാകുമ്പോൾ നല്ല തണുപ്പാണ്. തണുപ്പാകുമ്പോൾ ദൈവം അങ്ങ് അഗ്നിത്തൂണായി മാറുന്നത്. ഭയങ്കര തണുപ്പത്ത് ഒരു ചെറിയ ചൂട് കിട്ടുന്നുണ്ട്, വെളിച്ചം കിട്ടുന്നുണ്ട്. പിന്നെ ഈ മണലുകളിൽ പുതഞ്ഞു കിടക്കുന്ന സകല ക്ഷുദ്രജീവികൾക്കും ഇരിക്കാൻ പറ്റാതെ വണ്ണം പൊള്ളലേൽക്കുന്നു. ഇത് മുന്നേ പോകുകയല്ലേ? മുന്നേ പോകുന്നത് കൊണ്ട് ഇവരെത്തുന്നതിന് മുൻപേ പോകേണ്ടതൊക്കെ വഴിയെ പൊക്കോളും. ദൈവം നിന്റെ മുൻപേ പോയാൽ നിനക്ക് ഇത്രയും നാളായിട്ട് പിടികിട്ടി കാണത്തില്ല. നീ പോലും അറിയാതെ നിന്റെ മുമ്പിൽ വെച്ച എത്രയോ പൈശാചിക ബന്ധനങ്ങൾ വഴിമാറി പോയിട്ടുണ്ട് എന്ന് അറിയോ? പോയിട്ടുണ്ട്. പലതും വഴിമാറി പോയിട്ടുണ്ട്. മുമ്പിൽ ദൈവാഗ്നിയായി തന്റെ ജനത്തിന്റെ മുൻപേ പോവുകയാണ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. അപ്പോൾ ഇത് സത്യദൈവത്തെ വെളിപ്പെടുത്തുന്ന തീയാണ്. കർമ്മേൽ മലമുകൾ മറക്കരുത്. ഇത് നിയമനം നൽകുന്ന തീയാണ്. ഹോരേബിന്റെ പർവ്വതം മറക്കരുത്. ഇത് പ്രമാണം കൈമാറുന്ന തീയാണ്. സീനായ് പർവ്വതം മറക്കരുത്. ഇത് ബന്ധനത്തെ കരിച്ചു കളയുന്ന തീയാണ്. ശിംശോന്റെ കയ്യിൽ കിട്ടിയ പുതിയ കയറ് മറക്കരുത്. ഇത് സംരക്ഷിക്കുന്ന തീയാണ്. തീമതിൽ മറക്കരുത്. The most important thing is, ഇതിന് എത്ര പേര് സ്തുതിക്കും ആരാധിക്കും എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഇത്രയും പറഞ്ഞതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നു. ഇത് നമ്മെ ശുദ്ധീകരിക്കുന്ന തീയാണ്. യെശയ്യാവിന്റെ പ്രവചന പുസ്തകം 6-ാം അധ്യായം 1-ാമത്തെ വാക്യം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 1 മുതലുള്ള വാക്യം. ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവന്റെ വസ്ത്രത്തിന്റെ വിളമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. സാറാഫുകൾ അവന് ചുറ്റും നിന്നു. ഓരോരുത്തന് 6 ചിറകുണ്ടായിരുന്നു. 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്നു. ഒരുത്തനോട് ഒരുത്തൻ, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ, 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 സർവ്വഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്തു പറഞ്ഞു. അവർ ആർക്കുന്ന ശബ്ദത്താൽ 5-ാമത്തെ 6-ാമത്തെ വാക്യം വായിച്ചോ. അപ്പോൾ എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത ആദരങ്ങളുള്ളൊരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത ആദരങ്ങളുള്ള ജനത്തിന്റെ നടുവിൽ വസിക്കുന്നു. എന്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ സാറാഫുകളിൽ ഒരുത്തൻ ഒരു യാഗപീഠത്തിൽ നിന്നും കൊടിൽ കൊണ്ടൊരു തീക്കനലെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് എന്റെ അടുക്കൽ പറന്നു വന്നു. അതെന്റെ വായ്ക്ക് തൊടുവിച്ചു. ഇതാ നിന്റെ ആദരങ്ങളെ തൊട്ടതിനാൽ നിന്റെ അകൃത്യം നീങ്ങി, നിന്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇത് എന്നെ ശുദ്ധീകരിക്കുന്ന ആജ്ഞയാണ്. യഥാർത്ഥമായി നിങ്ങളെ പരിശുദ്ധാത്മാവ് സ്പർശിച്ചാൽ നിങ്ങളിൽ ഉണ്ടാകുന്നത് ലൈഫ് ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കും, ജീവിത രൂപാന്തരമായിരിക്കും.
പരിശുദ്ധാത്മാവിന്റെ തീ നിങ്ങളിൽ വന്നാൽ ബന്ധനം പൊട്ടുവോ? പൊട്ടും. അതല്ലേ നമ്മൾ കേട്ടെ? പരിശുദ്ധാത്മാവിന്റെ തീ നമ്മളിൽ വന്നാണോ നമ്മളെ മിനിസ്ട്രിക്ക് അപ്പോയിന്റ് ചെയ്യുന്നത്? അതെ, അതല്ലേ നമ്മൾ വായിച്ചത്. പരിശുദ്ധാത്മാവിന്റെ തീ സത്യദൈവത്തെ വെളിപ്പെടുത്തുമോ? വെളിപ്പെടുത്തും, ഒരു സംശയമില്ല. പരിശുദ്ധാത്മാവിന്റെ അഗ്നി നമ്മളെ പ്രൊട്ടക്ട് ചെയ്യും, നമ്മളതാണ് വായിച്ചത്. എന്നാൽ സർവോപരിയായി when the Holy Spirit is come upon you, the one touch of Holy Spirit will change everything. Amen. Amen. നമ്മുടെ വാക്കുകൾ മാറും. Amen. നമ്മുടെ സംസാരം മാറും. Amen. നമ്മുടെ പദപ്രയോഗങ്ങൾ മാറും. Amen. നമ്മുടെ ഭാഷാ ശൈലികൾ മാറും. Amen. ശുദ്ധിയില്ലാത്ത ജനങ്ങളുടെ ഇടയിൽ വസിച്ച് ആ ഒരു അസോസിയേഷനിൽ ഞാനും ശുദ്ധിയില്ലാത്ത മനുഷ്യനായി തീർന്ന സാഹചര്യത്തിൽ എന്നെ മറ്റൊരു വ്യക്തിത്വമാക്കി പരിശുദ്ധാത്മാവ് മാറ്റും. വിടുതലിന് വേണ്ടി, സൗഖ്യത്തിന് വേണ്ടി, അത്ഭുതത്തിന് വേണ്ടി ഒക്കെ ആർത്ത് വിളിച്ചവരും ആരാധിച്ചവരും ഇന്ന് പരിശുദ്ധാത്മാവിനോട് പറയുമോ, അവിടുത്തെ അഗ്നിയെ എന്റെ അധരത്തിൽ ഒന്ന് തൊടണമേ. ദൂതൻ ഇങ്ങനെ തീക്കനൽ എടുത്തുകൊണ്ട് ഇങ്ങനെ പറന്നു വന്ന് പ്രവാചകന്റെ അധരത്തിലേക്ക് ആ തീയെ തൊടിയിക്കുകയാണ്. ഈ തീ നിന്റെ അധരത്തെ തൊട്ടതിനാൽ ഇപ്പോൾ മുതൽ നീ ശുദ്ധിയുള്ളവനായി തീർന്നിരിക്കുകയാണ്. നിന്റെ അകൃത്യങ്ങൾ നീങ്ങപ്പെട്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മാവേ, എന്നിൽ നിൽക്കുന്ന ആവശ്യമില്ലാത്ത സകലത്തെയും കരിച്ചു കളയണമേ. തല പൊക്കാതിരിക്കണമെങ്കിൽ നിന്റെ അകത്ത് നിന്റെ ചില സ്വഭാവങ്ങൾ, ചില ദേഷ്യങ്ങൾ, ചില ജഡത്തിന്റെ പ്രവർത്തികൾ, നിന്റെ കണ്ണുകളെ നിയന്ത്രിക്കാൻ പറ്റാത്തത്, നിന്റെ ചെവിയെ നിയന്ത്രിക്കാൻ പറ്റാത്തത്, നിന്റെ അധരത്തെ നിയന്ത്രിക്കാൻ പറ്റാത്തത്, നിന്റെ സ്വഭാവത്തെ നിയന്ത്രിക്കാൻ പറ്റാത്ത ചില വിഷങ്ങൾ അകത്തുനിന്ന് പോകണമെങ്കിൽ കർത്താവിനോട് പറ, എന്നെ ശുദ്ധീകരിക്കുന്ന തീ എന്റെ മേലൊന്ന് ഇടണമേ. എന്റെ അധരത്തെ ഒന്ന് തൊടണമേ. Holy Ghost, I thank you, Lord.